ഈ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു PSC കോച്ചിങ് സെൻ്റർ ഒരു വർഷത്തേക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും അതുപോലെ തന്നെ നമ്മൾ വലിയൊരു ഫണ്ട് വെച്ച് പഞ്ചായത്തിൽ നിന്ന് നടത്തുമ്പോൾ ഇതിലെവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പഞ്ചായത്ത് ബോർഡ് അതിൽ കൃത്യമായി ഇടപെടലുകൾ നടക്കണം. അത് മോണിറ്റർ ചെയ്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരും ഇവിടെ ഉണ്ടാവും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ സ്ത്രീകളെ ഗവൺമെൻറ് PSCയിലൂടെ ജോലി സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൂടി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈബ്രറിയുടെ കാര്യം പറഞ്ഞു. തൊട്ട് മുമ്പ് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലൈബ്രറിയിൽ സംസാരിച്ചപ്പോൾ 60ഓളം ആളുകൾ മെമ്പർമാരുള്ള നമ്മുടെ ലൈബ്രറിയിൽ ആക്റ്റീവായി നിൽക്കുന്നത് കേവലം 10 പേരാണ്. അപ്പോൾ അതിന് നമ്മളൊന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള എന്താണ് ചെയ്യാൻ പറ്റാമെന്നുള്ള ഇവിടുത്തെ ക്ലബ്ബുകളെയും മറ്റ് സംഘടനകളെ എല്ലാവരും വിളിച്ചിട്ട് ചുരുങ്ങിയത് 20-25 ആൾ ഓരോ സംഘടനകളിൽ നിന്നും മെമ്പർമാരായി വരാനുള്ള ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരണം. ലൈബ്രറിയെ നമുക്കറിയാലോ, വായന നമ്മൾ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളത്. അതിനുള്ള ഒരു പരിപാടി നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാ പഞ്ചായത്തിലും വെറൈറ്റി ആയിട്ട് എല്ലാ പഞ്ചായത്തിലും ഓരോന്നോടും മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഓരോ പഞ്ചായത്ത് നമ്മുടെ ഇവിടുത്തെ ഓരോ വാർഡിൽ നിന്ന് വന്ന വനിതകൾക്കായി PSC കോച്ചിങ് അത് ഫ്രീയായിട്ട് നടത്തുമ്പോൾ അതിൽ നിങ്ങൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോകാൻ ഒരു വികസന കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വെക്കുന്നത്, വിദ്യാഭ്യാസം കൂടി അതിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് വരുന്ന തലമുറകൾക്ക് ജോലിയും മറ്റു കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ വരാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ഗവൺമെൻറ് നമ്മുടെ ഈ പഞ്ചായത്ത് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുന്നത്. ഇതിന് പേരിട്ടതുപോലെ തന്നെ ഉയരെ എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഉയർന്നു വരണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ആദരണീയ